മഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ വേട്ടക്കാട്ടുള്ള ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യ കൂനകൾ നമ്മൾ കാണുന്നു. അപ്പോൾ മഞ്ചേരി നഗരസഭയിൽ ഇത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടി പലതവണ കൗൺസിൽ യോഗം ചെയ്യുകയും വേട്ടക്കുടന്ന ആളുകളില്ലാത്ത ഇവിടെ ഒന്നും വീടുകളില്ലാത്തൊരു സ്ഥലം ഈ വേട്ടക്കുടായിരുന്നു. പിന്നെ പരിസര പ്രദേശങ്ങളിൽ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ട്രെഞ്ചിങ് ഗ്രൗണ്ടൊക്കെ ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി തീരുമാനിച്ചു. മാലിന്യ സംസ്കരണം അത് പുതിയ ഭരണസമിതി മാറിയപ്പോൾ അതിൽ നിന്ന് വളം ഉണ്ടാക്കാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. പക്ഷെ അപ്പോഴും ആളുകൾക്ക് പ്രയാസം. അപ്പോഴാണ് എന്നാൽ മാലിന്യം മെല്ലെ നിർത്തി അതിൻ്റെ മുകളിൽ മണ്ണിടാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളൊക്കെ പക്ഷികൾ, കാക്കകൾ, പരുന്നുകൾക്ക് എടുത്തുകൊണ്ടുപോയി മറ്റു കിണറുകളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം. ബയോമൈനിംഗ് പ്രവൃത്തിയുടെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ VR വിനോദ് നിർവഹിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുമായി സഹകരിച്ചാണ് KSWMP പ്രവൃത്തി നടത്തുന്നത്. നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന SMS കമ്പനിയാണ് കരാർ എടുത്തിരിക്കുന്നത്. 1.10 ഏക്കർ ഭൂമിയിൽ നിന്ന് 20,902 മെട്രിക് മാലിന്യമാണ് നീക്കം ചെയ്യുന്നത്. 2 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പ്രവൃത്തി നടക്കുക. ഒരു മാസത്തിനുള്ളിൽ വെട്ടേക്കാട് നിന്ന് മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യും. 2.75 കോടിയാണ് ഇതിന് ചെലവ് വരുന്നത്. മാലിന്യം തരംതിരിക്കുന്നതിനാവശ്യമായി ആധുനിക യന്ത്രം കഴിഞ്ഞ ദിവസം വെട്ടേക്കാട് എത്തിച്ചിരുന്നു. ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ ബയോമൈനിങ്ങും ബയോ റെമഡിയേഷനും നടത്തി നിലവിലുള്ള ട്രെഞ്ചിങ് ഗ്രൗണ്ടിന്റെ ഭൂമി പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ലക്ഷ്യം. കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കോരിയെടുത്ത് വേർതിരിച്ച് ഖരമാലിന്യങ്ങൾ സിമന്റ് കമ്പനിയിലേക്ക് കയറ്റി അയക്കും. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ BM സുബൈദ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ VP ഫിറോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി, യാഷിഖ് മേച്ചേരി, NK കൈറോനീസ, LC ടീച്ചർ, വാർഡ് കൗൺസിലർ ബേബി കുമാരി, മുനിസിപ്പൽ സെക്രട്ടറി P സതീഷ് കുമാർ, ബയോമൈനിംഗ് പദ്ധതി നിർവഹണത്തിനുള്ള ജില്ലാ മോണിറ്ററിംഗ് ചെയർമാനും LSDD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ CR മുരളീകൃഷ്ണൻ, മുൻ നഗരസഭാ ചെയർമാൻ വല്ലാഞ്ചിറ മുഹമ്മദ് അലി, പ്രസാദ് ഗോപാൽ, PP സറഫുനിസ, സഹദ് മിർസ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത്. വെറും 30 രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റൈഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ. 100 രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തത്. പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ. നിക്കാഹ്, ഫംഗ്ഷൻ, ഗെറ്റ് ടുഗദർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട്. സ്കൂൾ കുട്ടികൾക്ക് 100 റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ ഉണ്ട്.